വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. പുതിയതിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നും വീഡിയോ ഇടുന്നതാണ്. അപ്പം ഡെയിലി ഇനി മുതൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഇടുന്നു. അപ്പോൾ ഇനി നാളെ മറ്റന്നാൾ ഒരാവശ്യം വീഡിയോ വരും കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ തിരക്കാങ്ങനെ ഏൽപ്പിക്കേണ്ട ചില വീഡിയോ വരില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ ചിലപ്പം തിരക്കിലായിട്ട് എവിടെയും പോകാനില്ലുണ്ടാവും. ആ പോകാനുണ്ട് ഗൈസ്. ഈ കൊക്ക് കണ്ടോ വിളിക്കുന്നത്, ഇതിൻ്റെ ചിറക് ഒടിഞ്ഞിട്ട് ഇനി പോകാനാകില്ല കണ്ടോ. ഈ പറക്കാൻ തന്നെ ആവുന്നില്ല പാവം കണ്ടോ. അപ്പോൾ നോക്ക് ഗൈസ്, എൻ്റെ ചേർക്ക് ഇത് 2 ദിവസം ഇവിടെ ഇങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു കണ്ടോ. എന്നെ കാണുമ്പോൾ പറക്കുന്നില്ല, അതായത് പറന്നു പോകേണ്ടതാണ് കേട്ടോ. നല്ല ക്യൂട്ടിൻ്റെ എൻ്റെ ചെറുക്ക് നോക്കി നിങ്ങൾ ഗൈസ്, അങ്ങനത്തെ കോലമായിപ്പോയി ചെറുക്ക്, എന്തോ ഒരു കോലമായിപ്പോയി പാവം. 2-3 ദിവസം ഇവിടെ നിന്ന് അലയുന്നു, ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അലയുന്നുണ്ട്. അവിടെ ഒരു കിണറുണ്ട് കേട്ടോ, ആ കിണറിൽ നിന്ന് വെള്ളം കിട്ടുന്ന സാധനം. ഓക്കെ, ഫുഡൊന്നും കിട്ടുന്നുണ്ടാവില്ല പാവം. 2 ദിവസം ചത്തു വയ്ക്കണമെങ്കിൽ കൈയല്ല, കാരണം അതിൻ്റെ ചെറുകിന് എന്തോ പറ്റീനി ഇനി പറക്കാനാകുന്നില്ല. അവളിപ്പം നടക്കാനേ ആവുന്നില്ല. നമുക്ക് ഒന്നിൽ വീണിയാന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കയറുമെന്നറിയില്ല സാധനം, കയറാനുള്ള വഴി നോക്കാം ഞാൻ കേട്ടോ. എന്നെ പേടിച്ചിട്ട് ഞാൻ നോക്കൂല, ഇന്ന ഇത് കൊത്തുക എനിക്ക് പേടി. ശരി, ചെറുക്ക് ഫുള്ളായിട്ട് ഒടിഞ്ഞു പോയിട്ട് 2 ദിവസം ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ തിരക്കിലാണ്ടിങ്ങനെ പോവുകയെല്ലാം ചെയ്യും, ഇടയ്ക്കെല്ലാം പോകാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കെല്ലാം പോകാനുള്ള സമയത്ത് ഞാൻ വീഡിയോ എടുക്കില്ല. അല്ലാത്ത ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കും. അതുപോലെ നമ്മളെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എവിടെയും പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകില്ലേ, അതൊന്നും എടുക്കില്ല. പിന്നെ നമ്മുടെ ഉള്ള സമയത്ത് മാത്രം എടുക്കും. ഇപ്പോൾ ഡെയിലി വീഡിയോ വരും എന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ പാവം ഇങ്ങനെ നിന്നുണ്ട്. ഇവിടെ കയറാൻ എനിക്കൊന്നും ഇപ്പം വീണേ തോന്നുന്നു, ആടിനകത്ത് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ എത്തി, ഇനി തുള്ളാനാവുക ഉണ്ടോ. എന്നെ കാണിച്ച് പിന്നെ അങ്ങോട്ടേക്ക് വന്നത് കണ്ടോ വയസ്സ് കളിക്കുന്ന. ഇത് നമ്മളെ കണ്ടാൽ പറന്നു പോകുന്ന സാധനമാണ് ഇത്. കൊക്ക് നമ്മളെ പശുവിൻ്റെ മേത്തൊക്കെ ഉണ്ട് ഈ സാധനം. പശുവിനെ മേൽ വൃത്തിയാക്കുന്നത് കണ്ടോ. ആള് പോകുന്നുണ്ട്. ഇതാ ഓടുന്നു പാവം, ഇടങ്ങാറാക്കണ്ട അവിടെ നോട്ടോ, നമുക്ക് പോകാൻ തരും. എന്നാലും പാവ കേട്ടത് എന്നാൽ പറ്റിയെന്നാലും അങ്ങനത്തെ കുറേ എണ്ണം. ഈ വൈകുന്ന സമയമാകുമ്പോൾ അത് പോയി കളിവിടുന്നത്. ആ പശുവിടെ സ്ഥലത്താണ് ഉണ്ടാവുക. ഈ പശുവിനെ കെട്ടുന്ന സ്ഥലമില്ല, അവിടെയൊക്കെ ഇത് ഉണ്ടാവുള്ളൂ, അല്ലാത്ത വേറെ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല സാധനം. ഇതുണ്ടാവും അതിൻ്റെ ചെറുക്ക് നോക്ക് ഗൈസ്. ഇപ്പം നോക്കാം ഇങ്ങനെ ഗൈസ്, അങ്ങനെ കുടഞ്ഞേരം ചെറുക്കൊക്കെ കുറച്ച് ഉള്ളും പിന്നെയും പോയി. എന്നാൽ പറ്റിയത് എനിക്ക് ഒന്ന് പറന്ന് പോകുമ്പോൾ തട്ടി ചെറുക്ക് ഒടിഞ്ഞാണോ, എൻ്റെ ചിറക് പറക്കുമ്പോൾ സ്റ്റക്കായെന്നാണോ ഒന്നും അറിയില്ല. ഒടിഞ്ഞെന്ന് തോന്നുന്നു, നമുക്കൊന്നും നായായിട്ടും പിടിച്ച് കടിച്ചിട്ടുണ്ട്, അതറിയില്ല. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കാം നമുക്ക്. ഇതാ അടുത്തും ഓടിക്കളിക്കുന്നുണ്ട്. ഇപ്പം പറക്കുന്നില്ല, അപ്പോൾ ഇപ്പം പറക്കാനൊന്നുമില്ല. അപ്പോൾ 2 ദിവസം കൊടുക്കാൻ ഞാൻ ചത്തു എന്നൊക്കെ തോന്നുന്നത്, കാരണം ഇത് പറക്കാണ്ടായി ജയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ പറക്കലാണല്ലോ. കണ്ടോ എന്നെ കാട്ടി പേടിച്ചിട്ട് നേരെ മൂന്ന്. ഇതെന്തൊരു പേരുണ്ട്, വേറെ എന്തോല്ലോ പേര് ഉണ്ട് ഇനി, ഞാൻ കൊക്കെന്ന് അറിയാം. നമ്മളെന്താ പറയുക വയസ്സ് പിന്നെ വരെ വരുന്നുണ്ടാകുന്നത്. ഈ ആൾക്കാർ ഇങ്ങനെ പോകുന്നില്ല കൂടെ, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നു വയസ്സ്. ഞങ്ങൾക്ക് വീടെടുക്കാൻ പറ്റാത്തത് അതാ കൊക്കത് അങ്ങോട്ട് പോകുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി അവിടെ നിന്ന് ഇറക്കി ഇത് പോയി കളിയോ അതുകൊണ്ടോ. പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നമുക്കൊന്നിങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ പറക്കും കേട്ടോ. അവിടെ ചെറുകെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല. ഇതാ ഇടങ്ങാറാക്കണ്ട പാവം, അടങ്ങോട്ടെ ഭയങ്കര പാവാണ്. എന്നാൽ കൊത്തിക്കണക്ക് തീർന്ന് കയ്യിൽ കൂർത്ത ഇതൊക്കെ ഉണ്ട് ചുണ്ട്. ഞാൻ വെറുതെ വിട്ടേക്ക് കണ്ടോ വയസ്സ്. 2-3 ദിവസം ഇവിടെ ഇങ്ങനെ. ഞാൻ വിചാരിച്ചത് ഒരു ദിവസം കണ്ടിട്ട് ഞാൻ വിചാരിച്ച് അത് പറക്കുന്നതിന് എന്തോ ചിറക് സ്റ്റക്കായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചതിന് മുമ്പൊക്കെ. അതല്ല, ഇപ്പോൾ 2-3 ദിവസം ഇവിടെ ഇങ്ങനെ ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, എൻ്റെ കൂട്ടിലേക്ക് എന്നെ പോകാൻ പറ്റുന്നുണ്ടാവില്ല, ഇങ്ങനത്തെല്ലാം കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും എന്നെ പറക്കാനാകുന്നില്ല, അതാ കുഴപ്പം. പറക്കാനാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറന്ന് വയ്ക്കുന്നുണ്ടാവും കണ്ടെങ്ങാനും. ഓക്കെ, നമ്മൾ പുറത്താണുള്ളത്, ഇപ്പം പുറത്തുനിന്നാണ് എടുക്കുന്നത്. നമ്മുടെ വീടിനിങ്ങോട്ട് റോഡിൽ പോയാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഫോൺ എടുത്ത് ഞാൻ പുറത്ത് ചെയ്യാത്തത്. വയസ്സ് ഫസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഷെയർ ചെയ്യ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഒരു ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ വാട്സപ്പിൽ, ആ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ആരെ നോക്കുന്നുണ്ട് ഞാൻ നോക്കി ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ അങ്ങൊരു മാവുണ്ട് കേട്ടോ, അതിനോടൊന്ന് മാങ്ങ പറിക്കാനാണ് വന്നത് ഞാൻ. ഓക്കെ, അതിന് മുകളിൽ ചെറിയ മാങ്ങയാണ്, കിട്ടുമെന്ന് ഞാൻ അറിയില്ല കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ നിറച്ചും ആൾക്കാരുണ്ട്. വേഗം പോയി വിളിക്കട്ടെ ഞാൻ, ഫോൺ പിടിച്ച് വന്നേ. ഇവിടെ എന്താ കൈക്കോട്ട വെച്ചിനി. ഓക്കെ, പടഞ്ഞ കൈക്കോട്ടോ എന്തോ സാധനം, പടന്ന ഇതല്ല, അത് കൈക്കോട്ടാണ്. ആണെങ്കിലട്ടെ അതല്ല നമുക്കിപ്പം വിഷയം. അപ്പോൾ നമുക്ക് മാങ്ങ വയ്ക്കാം, അങ്ങനെ വിഷയം. ചെറിയ ഉണ്ണി മാങ്ങയാണ്, എത്രയേ ഉള്ളൂ. അതിന് വലുതാനൊക്കെ സമയമില്ല, വലുതാരം പറിച്ചുണ്ടോ ഇത്. ഇപ്പോൾ റോഡ് സൈഡിലുള്ള മരമാണ്, പറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നേരെ ഒരു വീടുണ്ട് കേട്ടോ, അങ്ങ് ആ വീട്ടിൽ ഓരോന്നെ കണ്ടാൽ പണിയാകുമെന്നൊക്കെ ചെറിയ ബോർഡുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം പറിക്കാൻ. അങ്ങോട്ട് പോയി ചേച്ചിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. പ്ലാൻ ഫ്ലോപ്പായി കേട്ടോ, പറിക്കാനാവില്ല. കാരണം ആ വീടിൻ്റെ നേരെ ഇങ്ങോട്ടാണ് മരം. അപ്പം ഉണ്ടോ അവിടെ ഒരു വീടുണ്ടോ, അവിടെ ഒരു വീടുണ്ടോ, ആ വീടിൻ്റെ നേരെയാണ് മരം. ഓലമരമല്ല, എന്നാലും പറിക്കണ്ട, അതാണ് കുഴപ്പം. നല്ലത് ഇവിടെ ഒരു മാവ് പൂത്തിട്ടുണ്ട്, ഇതിന് മുകളിൽ മാങ്ങണ്ടേ പറിക്കാം കേട്ടോ. ഇതിന് മുകളിൽ വേണ്ട പറിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ ആടെ ഉണ്ണി മാങ്ങയാണുള്ളത്, ആ കയറിയാൽ തന്നെ പറിക്കാനാവും. പക്ഷേ ഇപ്പം ഫ്ലോപ്പായി. അതിനായിട്ടാണ് മേലെ വീടുന്നത്. ഇവിടെ കൂടെ നിറച്ചു ആൾ പുറത്ത്. അങ്ങനെ ആലോചിച്ചിട്ടില്ലേ, വൈകുന്നേരം ടൈമിലാണ് നിറച്ചു ആളായിട്ട്. സെറ്റ് പോലത്തെ മാങ്ങ, സെറ്റ് പോലത്തെ മാങ്ങ അതിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്ക് പറിക്കാൻ പറ്റില്ല, എന്താ ചെയ്യലേ, എല്ലാം മൂഞ്ചിപ്പോയി. ഓക്കെ, നമ്മളെന്തെങ്കിലും ചലഞ്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരണം. നമുക്ക് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യാം. യെസ് ഓർ നോ, റൈറ്റ്, നമ്മൾ രണ്ടേയും ഒരു സാധനം പിടിച്ചിട്ട് മുമ്പിൽ ഒരാളെ കുത്തിരിപ്പിച്ചിട്ട് റൈറ്റ് ഓർ ലെഫ്റ്റ് കണ്ടിട്ടില്ലേ, അങ്ങനത്തൊക്കെ ചലഞ്ച് ചെയ്യാം കേട്ടോ നമുക്ക്. പിന്നെ ആർക്കും പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാം, ഞാൻ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും. അപ്പം ഞാൻ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ, ഞാൻ കുറേ ദൂരം വന്ന്. ഇതാണ് കുഴപ്പം. ആൾക്കാർ പോകുന്നുണ്ട്, അവിടെ ഫോൺ താഴെ പിടിച്ചത്. പിന്നെ ആരും എഴുതുന്നുണ്ട്, വേഗം നടന്നു. ഈ സ്കൂട്ടി പോകുന്ന ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, വേഗം പോവാം, വേഗം സ്ഥലം കാലിയാക്കാം. മാങ്ങയും പ്രതീക്ഷിച്ച് വന്നതാണ്, പക്ഷെ മാങ്ങ ഫ്ലോപ്പായി പോയി. കുറേ ഒരു മരത്തിൽ മാങ്ങ ഉണ്ടായി കാണില്ല, അതുകൂടെ ഒരു മരം കാണിച്ചുള്ളൂ. ഞാൻ അങ്ങോട്ടേക്കുള്ള കാട്ടിലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ, അടിയിൽ മാങ്ങ ഉണ്ടെന്ന് നോക്കട്ടെ. അങ്ങോട്ടൊരു കാടുണ്ട്, അവിടെ കയറി വെക്കാം. ഈ മരത്തുമേലൊന്നും മാങ്ങയില്ല, പിന്നെയും ഫ്ലോപ്പായി എന്നൊക്കെ തോന്നുന്നത്. കാരണം ഒരു മാങ്ങ കിട്ടണമൊക്കെ പോകാനാവില്ല, മാങ്ങ വയ്ക്കാണ് വന്നത്. ഓക്കെ, ഇവിടെ മാങ്ങയില്ല, ആരോ പോകുന്നു അങ്ങോട്ട്. ഓക്കെ, അവരുടെ മാവ് ഉണ്ടെന്നല്ലാണ്ട് അതിൻ്റെ മുകളിലൊന്നും മാങ്ങയില്ല, ആ കുഴപ്പം. പിന്നെ അങ്ങോട്ടൊരു സ്ഥലം പാട്ട് പോയൊക്കെ അതിന് മുമ്പേ ഇവിടെ ഒരു ചെറിയ മാവ് കാണുന്നു, പൂത്തേം കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടേ നോക്കട്ടെ, മാവിൽ പൂട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം മാങ്ങ ഉണ്ടോന്ന്. ചെറിയൊരു ഉണ്ണിയോ കിട്ടിയാലും മതി എനിക്ക്, കുറച്ച് വലുപ്പമുള്ള ഇത് പൂട്ടിനുണ്ട്. പക്ഷേ എങ്കിൽ ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് എല്ലാ മരത്തിനും പൂട്ടിനുണ്ട്, പക്ഷേ എങ്കിൽ മാങ്ങയില്ല. ഇതുകൊണ്ട് താഴത്തെ പൂട്ടിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടോ വയസ്സ് പൂട്ടത്, പക്ഷെ ഇതില്ല, മാങ്ങയില്ല. ഒരു ചെറിയ ഉണ്ണി മാവുകളുണ്ട് ഇതിൻ്റെ മുകളിൽ. ഓക്കെ, എന്തായാലും പോകാൻ പോയി ഞാൻ. എന്തായാലും പ്ലാൻ ഫ്ലോപ്പായി. അപ്പം അതിൻ്റെ വിഷമത്തിൽ നമുക്ക് തിരിച്ചു പോകാം, അതേ നടക്കുള്ളൂ എന്നൊക്കെ തോന്നുന്നു. ഇനി വേറെയും പോയിട്ടൊന്നും കാര്യമില്ല, എവിടെയും മാങ്ങ ഉണ്ടാവില്ല കേട്ടോ. അങ്ങോട്ട് വേറൊരു വഴി ഉണ്ടേനു, പക്ഷെ അവിടെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ വേണ്ട, എന്തായാലും പോയി കളിയാം. മാങ്ങ ഈ പരിസരത്ത് നിന്ന് ആർക്കും മാങ്ങയൊന്നും വേണ്ട, ഒന്നും പറിക്കുന്നു കേട്ടോ. വഴി മാറിപ്പോയി കേട്ടോ, അങ്ങോട്ടാണ് വഴി. ഓക്കെ, അപ്പോൾ അങ്ങോട്ടൊരു ആ മാവിലേക്കാണ് പോയാൽ നോക്കിയത്. അങ്ങോട്ടൊരു മാവുണ്ട്, അതിൻ്റെ പോലെ നമ്മളിപ്പം പറിക്കലുണ്ട് കേട്ടോ. അപ്പം ആ മരത്തിൻ്റെ ഓർമ്മ പറഞ്ഞില്ല, നമ്മൾ പറിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മൾ പറിക്കുന്നത്, പക്ഷേ നമ്മൾ മാങ്ങ ഉണ്ടായിട്ടില്ല കുഴപ്പം. ഓക്കെ, ഗൈസ് പരീക്ഷ ചെയ്യപ്പെടുക, ഇത് പുഴു ബേ ഗൈസ് പരീക്ഷ ചെയ്യപ്പെടുക. ഇവിടെ മദ്രസ പരീക്ഷ ചെയ്യപ്പെടുക, നമ്മൾ നിറച്ച് പുഴു.
ചോടിപ്പുഴാണ് തോന്നുന്നു. എന്തൊരു കളർ പുഴു, കാപ്പി കളറുള്ള പുഴു അത് തടിച്ചിട്ട് ഇത്ര ഉണ്ട്. പുള്ളി പൂച്ചനെ പോലെ റോമയിലായിട്ട്. ഓക്കെ, എന്തായാലും നേരെ അങ്ങ് പോവാം. നേർക്ക് നല്ലത് ചുറ്റി വെച്ചിട്ട് കാര്യമില്ല. പ്ലാൻ ഫ്ലോപ്പായിപ്പോയി. മാങ്ങ പറിക്കാൻ പക്ഷേ അത് കുറച്ച് ആൾക്കാരുണ്ട്, അത് പറിക്കാനാവില്ല. മാങ്ങ കുറേ തിന്നാത്ത കേട്ടോ. കാര്യം പറഞ്ഞാണ്, മാങ്ങ ഇപ്പം കുറവല്ലേ. പണ്ടൊക്കെ നിറച്ചുണ്ടാകുന്നതാണ്. അവിടെയൊക്കെ മാവുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും പൂട്ടിക്കില്ല. ചെറിയ മാവാണ്, അതുകൊണ്ട് പൂടില്ല. ഓക്കെ ഓക്കെ, അത് തിരിച്ചു പോവാ. ഞാൻ ഓടിച്ച് തളർന്നു കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റായി വീഡിയോ. അപ്പോൾ വേഗം വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ. ഇനിയിപ്പോൾ ഇടിച്ച് കാര്യമൊന്നുമില്ല, മാങ്ങയൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നാളെ ആട്ടം നോക്കാം സെറ്റ്. നാളെ ശനിയാഴ്ച അല്ലേ, അപ്പോൾ നാളെ നമുക്ക് കുറച്ച് രാവിലെ തന്നെ നോക്കാം. ഒരു 11 മണിക്കൊക്കെ നോക്കാം കേട്ടോ. ഇത് വൈകുന്നേരം സമയമാകുമ്പോൾ പുറത്ത് ഒത്തിരി കുറേ ആൾക്കാർ. അപ്പോൾ നമുക്ക് പറിക്കാനാവില്ല, കാരണം കുറവാണ്. ഇതൊക്കെ സാധനം ഇതുവരെ നിന്ന് കയറിയിട്ടില്ല സാധനം. ഇതുണ്ടോ, ഇതാ ഓടുന്നത്. തൽക്കാലം ഇടുന്നോട്ടെ. എന്താ പറ്റിയതാണ് ഇതൊക്കെ. നമുക്കൊന്ന് നായയുടെ കടിച്ചാൽ നായ കടിച്ചൊന്നുമില്ല. നായ കടിച്ചാണെങ്കിൽ വിഷം കയറി മരിച്ചു പോകുന്നത്. നായ്ക്ക് വിഷമില്ല പറഞ്ഞത്. നായ കടിച്ചാൽ നമുക്ക് മനുഷ്യന്മാരെ നായ കടിച്ചാൽ ഇത്ര 10 ഇഞ്ചക്ഷൻ വെക്കണമെന്നല്ലേ. അപ്പോൾ തന്നെ ഇരിക്കും. നമുക്ക് തിരിച്ച് പോകാം കേട്ടോ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, എല്ലാം അടിക്കുക. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. 11 മിനിറ്റ് ആയിട്ട് വീഡിയോ. ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.